ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗിഗ്നോ മലയാള ടെക് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത് നാർസോ 60 Pro 5G എന്ന ഈ ഫോണിൻ്റെ റിയൽമി ലോഞ്ച് ചെയ്ത റിയൽമിയുടെ സബ് ബ്രാൻഡായിട്ട് ഇപ്പം നിലകൊള്ളുന്ന നാർസോയുടെ 60 Pro 5G എന്ന ഈ ഫോണിൻ്റെ വിശേഷങ്ങളാണ്. ലോഞ്ച് ചെയ്തിട്ട് കുറച്ച് മാസങ്ങളായി, എന്നാൽ നമ്മൾ ഈ വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ്. വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അപ്പോൾ ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് റിയൽമി നാർസോ 60 Pro ഫോൺ 5G ഫോൺ നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം. ഓൾറെഡി റിയൽമി നാർസോ ഈ ഫോൺ അൺബോക്സ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. കാരണം ഓപ്പൺ ബോക്സ് ഡെലിവറി ഓൾറെഡി ഉള്ളത് കൊണ്ട് അൺബോക്സ് ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ RMX 3771 ആണ് ഫോൺ. 60 Pro 5G, 12 GB റാം, 256 GB സ്റ്റോറേജ് വേരിയൻ്റ് ആണ്. മീഡിയ ടെക്കിൻ്റെ ഡയമൻസിറ്റി 7050 ചിപ്സെറ്റ് 5G ചിപ്സെറ്റ് ആണ് വന്നത്. 120 Hz കേർവ്ഡ് ഡിസ്പ്ലേ ആണ്. 100 MB OIS Pro Lite ക്യാമറ ഉണ്ട്. 67 വാട്ട് ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നാർസോ 60 Pro 5Gയുടെ പുറമെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം. അൺബോക്സ് ചെയ്യുമ്പോൾ ഫീൽ ദ പവർ നാർസോ ബൈ റിയൽമി എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റിയൽമി നാർസോ 60 Pro 5Gയോടൊപ്പം നമുക്ക് ഒരു TPU കേസ്, ട്രാൻസ്പെറൻറ്റ് TPU കേസ്, ഇപ്പോൾ എല്ലാ കമ്പനിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു ട്രാൻസ്പെറൻറ്റ് TPU കേസ് അത്യാവശ്യം കൊള്ളാവുന്ന നല്ലൊരു TPU കേസായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നമുക്കത് അങ്ങോട്ടേക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഓൾറെഡി നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് അത് കൂടാതെ അതിൽ കുറച്ച് ഡോക്യുമെൻറ്റേഷൻ കാർഡ്സും പിന്നെ നമ്മുടെ സിം ഇജക്റ്റഡ് ടൂൾസും ആണ് വരുന്നത്. അപ്പോൾ നമ്മുടെ റിയൽമി നാർസോ 60 Pro 5G എന്ന ഫോണാണിത്. അപ്പോൾ അതിൻ്റെ ഡിസൈനും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും, കാരണം ഫോൺ പുറത്തിറങ്ങിയിട്ട് കുറേ മാസങ്ങളായി. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. ഒരു വീഗൻ ലെതർ ഫിനിഷാണ് വരുന്നത്. നല്ല കിടുക്കാച്ചി സർക്കിൾ ഷേപ്പിലുള്ള ക്യാമറ ഡിസൈനും കാര്യങ്ങളൊക്കെയാണ്. എനിക്ക് എന്തായാലും പേഴ്സണലി ഇഷ്ടമായി. നല്ലൊരു ഓറഞ്ച് കളറാണ്. ഈ ഓറഞ്ച് കളറിനൊന്നല്ല പറയുന്നത്, വേറെ എന്തോ പേരിലാണ്. അതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും. ലോഞ്ച് ചെയ്തിട്ട് കുറേ അൺബോക്സിങ് വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടതാണ്. നല്ല മാറ്റായിട്ടുള്ള ഒരു വീഗൻ ലെതർ ഫിനിഷാണ് വരുന്നത്. നമുക്ക് ഫോൺ അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. ഫോൺ കൂടാതെ നമുക്ക് എന്തൊക്കെയാണ് ബോക്സ് കണ്ടൻറ്റായിട്ട് വരുന്നത് നോക്കാം. നമ്മുടെ ഒരു 80 വാട്ട് ഫാസ്റ്റ് ചാർജർ വരുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം 80 വാട്ട് ഫാസ്റ്റ് ചാർജറാണ് വരുന്നത്. നമുക്ക് 67 വാട്ട് ഫാസ്റ്റ് ചാർജർ മാത്രമേ നമുക്ക് പക്ഷേ ഇതിലേക്ക് സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. പിന്നെ നമുക്ക് സാധാ നമ്മുടെ USB-C to A കേബിളാണ്. നിങ്ങൾക്ക് കാണാം USB-C to A കേബിളാണ്. നല്ല ഗ്രേഡഡ് കേബിൾ തന്നെയാണ്. നല്ല അത് നമുക്ക് ഫീൽ തന്നെ ചെയ്യുന്നുണ്ട്. നമ്മളത് തൊട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് ആ ക്വാളിറ്റി നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും നമുക്ക് ഈ കണ്ടൻറ്റ് കാര്യങ്ങളൊക്കെ അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. ബോക്സ് കണ്ടൻറ്റിൽ എന്തൊക്കെയാണെന്ന് നിങ്ങൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ റിയൽമി നാർസോ 60 Pro 5G എന്ന ഫോൺ. അപ്പോൾ നമുക്ക് ഈ ഫോണൊന്ന് ഓൺ ചെയ്യാം. ഓൺ ചെയ്തിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോൾ ഓൺ ചെയ്യുന്നതിന് മുന്നേ ഞാൻ അതിൻ്റെ ഫോണിനെ കുറിച്ചുള്ള ഒരു ചുരുക്കം സ്പെസിഫിക്കേഷൻ, അതിൻ്റെ ഔട്ടറായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളതെന്നൊന്നും നമുക്കൊന്ന് നോക്കാം. ഫോണിത് ഞാൻ ഓണാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഓണാക്കിയിട്ട് റിയൽമി ലോഗോയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഓണായി വരുന്നതിലിടക്ക് നമുക്ക് ഫോണിൻ്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ നോക്കാം. അപ്പോൾ ഫോണിൻ്റെ നമുക്ക് നിങ്ങൾക്കറിയാം 6.7 ഇഞ്ച് കേർവ്ഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ടോപ്പിൽ നമുക്ക് സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷനും സെക്കൻഡറി സ്പീക്കറുമാണ് വരുന്നത്. ബോട്ടം സൈഡിൽ നമുക്ക് സിം ട്രേ വരുന്നുണ്ട്, പ്രൈമറി സ്പീക്കർ വരുന്നുണ്ട്, നമ്മുടെ USB-C പോർട്ടും വരുന്നുണ്ട്. നമ്മുടെ സിം ട്രേ ഓൾറെഡി നിങ്ങൾക്കറിയാം 2 നാനോ സിമ്മാണ്. ഓൾറെഡി ഫോൺ ലോഞ്ച് ചെയ്തിട്ട് കുറേ മാസങ്ങളായി. എന്നാലും നമ്മുടെ വേ ഓഫ് പ്രസൻറ്റേഷൻ രീതി അങ്ങനെ ആയതുകൊണ്ട് ഞാനും കൂടി അത് കാണിച്ചു തരാം. ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. എന്നാലും ഞാനത് പ്രസൻറ്റ് ചെയ്യുകയാണ്. 2 സിമ്മാണ് വരുന്നത്. നാനോ സിമ്മാണ്, 5G സിമ്മാണ്, ഡുവൽ 5G സപ്പോർട്ട് ചെയ്യുന്ന ഫോണും കൂടിയാണ്. അതൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. എന്നാലും ഒരു പ്രസൻറ്റേഷൻ മാനേഴ്സ് എന്നുള്ള രീതി ഞാൻ കാണിച്ചു തരികയാണ്. പിന്നെ നമ്മുടെ ഡിസ്പ്ലേയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് 6.7 ഇഞ്ച് ഫുൾ HD പ്ലസ് 120 Hz കേർവ്ഡ് സൂപ്പർ അമോൾഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. 1 ബിറ്റ് ഡിസ്പ്ലേ ആണ്. HDR10 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 90.5% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ആണ് നമുക്ക് വരുന്നത്. 950 ടോപ്പ് സ്ക്രീൻ ബ്രൈറ്റ്നസ്സും നമുക്ക് ഈ ഫോണിൽ റിയൽമി നൽകിയിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ അതിൻ്റെ വീഗൻ ലെതറിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ ബാക്ക് സൈഡിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ ബാറ്ററിയെ കുറിച്ച് പറയുകയാണെങ്കിൽ 5000 mAh ബാറ്ററിയാണ് വരുന്നത്. 67 വാട്ട് ഫാസ്റ്റ് ചാർജറാണ് സപ്പോർട്ട് ചെയ്യുന്നത്. നമുക്ക് ഓൾറെഡി ഈ കാര്യങ്ങളൊക്കെ അറിയാം. എന്നാൽ ഞാനൊന്ന് പറഞ്ഞേ ഉള്ളൂ, ഫോർമാലിറ്റിക്ക് പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി ഫോണിൻ്റെ സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയറിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം റിയൽമി സാധാരണ ഗതിയിൽ എപ്പോഴും നൽകാറുള്ളത് 2 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആണ്.
അപ്പോൾ നമുക്ക് ഈ ഫോണിൽ ഏതാണെന്ന് നോക്കാം. റിയൽമി UI 4 ആണ് നമുക്ക് വരുന്നത്. അതും ആൻഡ്രോയിഡ് 13 അധിഷ്ഠിതമായിട്ടുള്ള 4 ആണ് നമുക്ക് വരുന്നത്. 2 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് നമുക്ക് ലഭ്യമാണ്. റിയൽമി 14 ആൻഡ് 15 നമുക്ക് ഈ ഫോണിൽ ലഭ്യമായിട്ട് കിട്ടും. അതാണ് റിയൽമി നാർസോ 60 പ്രോൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിനെ കുറിച്ച് പറയാൻ പറ്റുന്നത്. പിന്നെ സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറയാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ഈ റിയൽമി UIൻ്റെ സോഫ്റ്റ്വെയറിനെ കുറിച്ച് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമില്ലാത്ത അൺവാണ്ടഡ് ആപ്ലിക്കേഷൻ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടാണ് ഈ ഫോണിൽ വരുന്നത്. നിങ്ങൾക്ക് തന്നെ കാണാം, എത്രയോ ആപ്ലിക്കേഷൻ കാണാം. സ്പോട്ടിഫൈ ആയിക്കോട്ടെ, ലിങ്ക്ഡിൻ ആയിക്കോട്ടെ, അതൊക്കെ പിന്നെയും വിചാരിക്കാം ഫോൺ പേ ആയിക്കോട്ടെ. അതുപോലെ തന്നെ അൺവാണ്ടഡ് ആയ കുറേ ആപ്ലിക്കേഷൻസ്, ഗെയിംസൊക്കെ ഇതിൽ പ്രീ ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. എന്തിനാ ചെയ്തോ എന്നൊന്നും അറിയില്ല. നമ്മൾ പൈസ കൊടുക്കുക. ഏകദേശം 25,000 രൂപ വരുന്ന ഫോണാണ് ഇത്. ഈ ഫോണിൽ നമ്മൾ ആവശ്യമില്ലാത്ത പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആയിട്ടാണ് ഈ ഫോൺ വരുന്നത്. അതൊരു പോരായ്മയായിട്ട് തന്നെ എനിക്ക് പേഴ്സണലായിട്ട് ഫീൽ ചെയ്തിട്ട് കമ്പനികൾ അത് ശ്രദ്ധിക്കുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ശ്രദ്ധിക്കണം എന്ന് തന്നെയാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. ഇനി ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് 100 MB പ്രൈമറി ക്യാമറയാണ് വരുന്നത്. വിത്ത് 2 MB ഡെപ്ത് സെൻസറും വരുന്നുണ്ട്. നമുക്കിതൊന്ന് സെറ്റപ്പ് ആക്കാം. നമുക്ക് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കാം, എങ്ങനെയുണ്ട് ക്വാളിറ്റി കാര്യങ്ങളൊന്നൊക്കെ നോക്കാം. ടോട്ടൽ 100 MB OS ക്യാമറയാണ് വരുന്നത്. 1x 2x ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ് ഇതിൽ. നമുക്ക് കുറച്ച് ഫോട്ടോസെല്ലാം എടുത്ത് നോക്കാം. 2-3 ഫോട്ടോസ് ഞാൻ എടുത്തിട്ടുണ്ട്, എങ്ങനെയുണ്ട് നോക്കാം. ഇത് 2x എടുത്ത ഫോട്ടോ ആണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഫോട്ടോ ആണ് നമുക്ക് ലഭിക്കുന്നത്. ഞാൻ അത് സൂം ചെയ്ത് നോക്കുമ്പോൾ തന്നെ ചിത്രത്തിൽ നല്ല ക്വാളിറ്റി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങളിപ്പം കാണുന്നത് 1x എടുത്ത ഫോട്ടോ ആണ്. അത് നല്ല ക്വാളിറ്റിയാണ്. പക്ഷേ സ്ക്രീൻ നമ്മുടെ ഈ റിയൽമി ഫോണിൻ്റെ ഒരു പ്രത്യേകതയാണ്, കുറച്ച് ഒരു സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഇമേജാണ് നമുക്ക് ഫോണിൽ. ഈ ഡിസ്പ്ലേ പ്രകാരം നമ്മൾ ഈ ഫോണിൽ ഏത് ഫോട്ടോ ഇട്ട് നോക്കിയാലും നിങ്ങൾക്ക് കുറച്ച് സാച്ചുറേറ്റഡ് ആയിട്ടായിരുന്നു നോക്കുക. നമുക്കൊന്ന് സെൽഫി എടുത്ത് നോക്കാം. ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. അതും നമ്മൾ പ്രധാനമായിട്ട് എനിക്ക് ഈ സെൽഫിയിൽ നല്ല ക്വാളിറ്റി സെൽഫി തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ എങ്കിൽ വേറൊരു പോരായ്മ എന്നായിട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നൊക്കെ നല്ല സ്മൂത്തായിട്ടാണ് അവർ നമുക്ക് പിക്ചർ നമുക്ക് ഷോ ചെയ്യുന്നത്. അത് നമുക്ക് സെൽഫി എടുത്തു കഴിഞ്ഞാൽ സ്കിന്നൊന്ന് അവർ തന്നെ AI ഉപയോഗിച്ചൊന്ന് സ്മൂത്ത് ചെയ്യും. ഇപ്പോൾ ഞാൻ രണ്ടാമതൊരു സെൽഫി എടുത്ത് നോക്കിയതാണ്. അതും അങ്ങനെ തന്നെയാണ്. പ്രീ ഡിഫോൾട്ടായിട്ട് അത് സ്കിൻ സ്മൂത്തനിങ് ആക്ടിവേറ്റ് ചെയ്തിട്ടാണ് നമ്മളെ ഈ ക്യാമറ ആപ്പ് വരുന്നത്. നിങ്ങൾക്ക് തന്നെ കാണാം, എൻ്റെ സ്കിന്ന് കുറച്ച് നല്ല സ്മൂത്ത് ആക്കിയിട്ടാണ് അവർ ആ ഫോട്ടോ ഷോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2 ഫോട്ടോയിലും അത്തരത്തിൽ തന്നെയാണ് എനിക്ക് ഫീലായിട്ടുള്ളത്. അത് നമുക്ക് ഇവിടെയുള്ള ആ സ്വിച്ച് നമുക്ക് ആ ഐക്കൺ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് സ്കിൻ സ്മൂത്തനിങ് ഇനാബിൾ ചെയ്യാം, ഓഫാക്കാം, അത് കുറച്ച് വെക്കാം. അപ്പോൾ കുറച്ച് വെച്ചിട്ട് നമുക്കൊരു ഫോട്ടോ എടുത്ത് നോക്കാം, എങ്ങനെയുണ്ട് നോക്കാം. എന്നാലും നമുക്ക് സ്കിന്ന് കുറച്ച് സ്മൂത്തനിങ് ചെയ്തിട്ട് തന്നെയാണ് അവർ പിക്ചർ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സെൽഫി ക്യാമറ അത് റിയൽമി ഒരു നാച്ചുറാലിറ്റി ഒരു നശിപ്പിക്കുന്ന പോലെ ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും, മൈ പേഴ്സണൽ ഒപ്പീനിയനാണ്. അപ്പോൾ അതിന് നമുക്ക് ഈ ഐക്കൺ പ്രസ് ചെയ്തിട്ട് നമുക്ക് അത് ഡിഫോൾട്ടായിട്ട് സെറ്റിങ്സിൽ നോക്കുകയാണെങ്കിൽ ക്യാമറ ഡിഫോൾട്ടായിട്ട് 30 വരുന്നത്. അതായത് സ്കിൻ സ്മൂത്തനിങ് ക്യാമറ ഡിഫോൾട്ടായിട്ട് 30 വരുന്നത്. അത് നമ്മൾ കുറച്ച് വെച്ച് ഫോട്ടോ എടുത്തു കഴിഞ്ഞാലും വലിയ രീതിയിലുള്ള വ്യത്യാസമോ കാര്യങ്ങളൊന്നും നമുക്ക് പേഴ്സണലായിട്ട് കാണാൻ സാധിക്കുന്നില്ല. ഇനി ഇതിൽ നമുക്ക് ഡിജിറ്റൽ സൂമായിട്ട് ഒരു 20x വരെ നമുക്ക് ഡിജിറ്റൽ സൂം മാക്സിമം സൂം ചെയ്യാൻ പറ്റും. അങ്ങനെ ഇത്തരത്തിൽ നമുക്കൊന്ന് ഫോട്ടോ എടുത്ത് നോക്കാം. ഇത്തരത്തിലുള്ള സൂമിങ് ക്വാളിറ്റി ഉണ്ടെന്ന് നമുക്ക് നോക്കാം. മാക്സിമം ഡിജിറ്റൽ സൂം 20x ആണ്. ഒരു ഫോട്ടോ ഞാൻ എടുത്ത് നോക്കട്ടെ എത്തരത്തിലുണ്ടെന്ന്. അപ്പോൾ ഞാനൊരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് നമുക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം. 20x എടുത്ത ഫോട്ടോ ആണ്. വലിയ ക്വാളിറ്റി ഒന്നും ഇല്ല, ഒരു ബ്ലറി ഇമേജ് തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. നമുക്ക് സൂം ചെയ്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും വലിയ ക്വാളിറ്റി ഒന്നുമില്ല. APCൻ്റെ ആ പരസ്യത്തിലുള്ള കാര്യങ്ങളൊന്നും വ്യക്തമായിട്ടൊന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. നമുക്ക് മറ്റൊരു ഫോട്ടോ കൂടി എടുത്ത് നോക്കാം. ഒരു 10x ഇട്ടിട്ട് നമുക്ക് എടുത്ത് നോക്കാം. അത് എത്രത്തിലുള്ള ക്വാളിറ്റി ഉണ്ട് നമുക്ക് നോക്കാം. അപ്പോൾ അത് സെറ്റ് ചെയ്തിട്ട് ആ 10x സെറ്റ് ചെയ്തിട്ട് ഇനി ഒരു ഫോട്ടോ എടുത്ത് നോക്കാം. നമുക്ക് എങ്ങനെയുണ്ട് ആ ക്വാളിറ്റി എന്ന് നമുക്ക് ആ ബോർഡൊന്ന് ഫോട്ടോ എടുത്ത് നമുക്ക് ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്, അത് നമുക്ക് നോക്കാം.
ഇത് 20x അപേക്ഷിച്ച് കുറച്ചും കൂടി ബെറ്റർ ആണെന്നേ ഉള്ളൂ. എന്തായാലും ആ സൂമിങ് ഡിജിറ്റൽ സൂം ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഈ ഒരു സാംസങ് S23 അൾട്രയിലൊക്കെ ലഭിക്കുന്ന പോലെ തന്നെയുള്ള ആ ഈ ഒരു പെരിസ്കോപ്പ് ലെൻസിൻ്റെയോ അല്ലെങ്കിൽ ടെലിഫോട്ടോ ലെൻസിൻ്റെയോ ആ ക്വാളിറ്റി ഒന്നും നമുക്ക് ഇവിടെ ലഭിക്കില്ല. അപ്പോൾ എന്തായാലും വെറുതെ ആണ് ആ ഒരു 10x ഡിജിറ്റൽ സൂം എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. എന്തായാലും നോർമൽ നോക്കുകയാണെങ്കിൽ ഫോട്ടോ അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു ഫോട്ടോ തന്നെയാണ് നമുക്ക് ഈ 100 MB ക്യാമറ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിപ്പോൾ ഡെപ്ത് സെൻസറിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, ഡെപ്ത് സെൻസർ ഞാനിപ്പോൾ കാര്യമായിട്ടൊന്നും ചെക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് പറയാം. ഇനി നമുക്ക് ഈ ഫോണിൻ്റെ സൗണ്ട് ക്വാളിറ്റി, നമുക്ക് ഡുവൽ സ്റ്റീരിയോ സ്പീക്കറാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ സൗണ്ട് ക്വാളിറ്റി എത്തരത്തിലുണ്ടെന്ന് നോക്കാം. നമുക്കൊരു യൂട്യൂബിൽ ചെറിയൊരു നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്. ആ നെറ്റ്വർക്ക് നമുക്ക് ലോഡായി വരുന്ന സമയം കൊണ്ട് നമുക്ക് റിയൽമി തന്ന ഈ ട്രാൻസ്പെറൻറ്റ് കേസ്, ആ കേസ് ഇട്ടിട്ട് ഈ ഫോൺ എത്തരത്തിലുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ട്രാൻസ്പെറൻറ്റ് TP കേസ്. നമ്മളത് നല്ല ക്വാളിറ്റി, അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു കേസ് തന്നെയാണ്. അത് കേസ് ഇട്ടതിന് ശേഷം നമുക്ക് നല്ല ഒരു രസമുണ്ട്. അത് ട്രാൻസ്പെറൻറ്റ് കേസ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ വീക്കൻ ലെതർ ഫിനിഷും ക്യാമറ സർക്കിളും കാര്യങ്ങളൊക്കെ കാണുമ്പം അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി കേസായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്കിനി സൗണ്ട് ക്വാളിറ്റി നോക്കാം. നല്ല സൗണ്ട് ഉണ്ട്. എന്തായാലും ഓഡിയോ ക്വാളിറ്റി നല്ല ഗുഡ് ക്വാളിറ്റി തന്നെയാണ്. നല്ല സൗണ്ടിലാണ് വരുന്നത്. ഓഡിയോ ക്വാളിറ്റി അടിപൊളി ഓഡിയോ ക്വാളിറ്റി തന്നെയാണ്. എനിക്ക് ഈ ഫോണിനെ പറ്റി പറയാനുള്ളത്. നല്ല സൗണ്ട് ഉണ്ട് ഓഡിയോന്. ഓവറോൾ നാർസോ 60 പ്രോനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം കൊള്ളാവുന്ന ഒരു നല്ല ഫോൺ തന്നെയാണ്. നല്ല രീതിയിൽ ഒരു നോർമൽ യൂസേജിന് പറ്റിയൊരു ഫോൺ തന്നെയാണ് നാർസോ 60 Pro 5G.